ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിൽ കേരള PSC പ്രീവിയസ് ആയിട്ട് നടത്തിയിട്ടുള്ള എക്സാംസിലെ സെമി കണ്ടക്ടർ പോർഷനിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബാൻഡ് ഗ്യാപ്പ് എനർജി ഓഫ് സിലിക്കൺ? സിലിക്കണിന്റെ ബാൻഡ് ഗ്യാപ്പ് എനർജി എന്താണെന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ ഓപ്ഷൻ സി 1.12 ഇലക്ട്രോൺ വോൾട്ട് ആണ് ആൻസർ വരുന്നത്. നമുക്കപ്പോൾ സിലിക്കണിന്റെ ബാൻഡ് ഗ്യാപ്പ് എനർജി, ജർമേനിയത്തിന്റെ ബാൻഡ് ഗ്യാപ്പ് എനർജി, ഇത് രണ്ടും നമുക്കൊന്ന് പഠിക്കാം. സിലിക്കണിന്റെ ബാൻഡ് ഗ്യാപ്പ് എനർജി എന്ന് പറയുന്നത് 1.21 ഇലക്ട്രോൺ വോൾട്ട് ആണ് അറ്റ് അബ്സല്യൂട്ട് സീറോ. അതുപോലെ തന്നെ 1.12 ഇലക്ട്രോൺ വോൾട്ട് ആണ് അറ്റ് റൂം ടെമ്പറേച്ചർ. റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 300 ഡിഗ്രി കെൽവിൻ ഓർ 27 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അതുപോലെ തന്നെ ജർമേനിയത്തിൻ്റെത് അബ്സല്യൂട്ട് സീറോയിൽ 0.785 EVയും റൂം ടെമ്പറേച്ചറിൽ 0.72 ഇലക്ട്രോൺ വോൾട്ടും ആയിരിക്കും. ഇത് നമുക്ക് ഒരുപാട് എക്സാംസിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. സിലിക്കണിൽ അബ്സല്യൂട്ട് സീറോയിൽ 1.21 EV, ദെൻ റൂം ടെമ്പറേച്ചറിൽ 1.12 EV, ജർമേനിയത്തിൽ 0.785 EV ആണ് അബ്സല്യൂട്ട് സീറോയിൽ, 0.72 EV ആണ് റൂം ടെമ്പറേച്ചറിൽ. ഇതിൽ നമുക്കിവിടെ റൂം ടെമ്പറേച്ചർ എന്നോ അബ്സല്യൂട്ട് സീറോ എന്നോ എടുത്ത് ചോദിച്ചിട്ടില്ല. പക്ഷെ 1.12, 1.21 ഇതിന് സിമിലർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ആൻസർ 1.12 EV ആണ്. Moving on to the next question, a depletion layer in a semiconductor consists of. ഡിപ്ലീഷൻ ലെയർ എന്ന് പറയുന്നതിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ആൻസർ ഇമ്മൊബൈൽ അയോൺസ് ആണ്. നമുക്കറിയാം ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നതിന്റെ മറ്റൊരു പേരാണ് സ്പേസ് ചാർജ് റീജിയൻ. സ്പേസ് ചാർജ് റീജിയൻ എന്നും നമ്മുടെ ഡിപ്ലീഷൻ റീജിയനെ നമ്മൾ അറിയപ്പെടുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യുന്നത് തന്നെ എക്സസ് ചാർജ് കാരിയേഴ്സിന്റെ ഡിഫ്യൂഷൻ കൊണ്ടാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഡിപ്ലീഷൻ റീജിയൻ എപ്പോഴും ഒരു ഇൻസുലേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അവിടെ എന്തുണ്ടാവില്ല? മൊബൈൽ ചാർജ് കാരിയേഴ്സ് ഉണ്ടാവില്ല. മൊബൈൽ ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് മൂവബിൾ ആയിട്ടുള്ള ചാർജ് കാരിയേഴ്സ് ഒക്കെ ഡിപ്ലീഷൻ റീജിയനിൽ ഡിപ്ലീറ്റ് ആയി പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇമ്മൊബൈൽ അയോൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഏതൊക്കെയാണ് ഇമ്മൊബൈൽ അയോൺസ്? ഇമ്മൊബൈൽ ആയിട്ടുള്ള പോസിറ്റീവ് അയോണും ഇമ്മൊബൈൽ ആയിട്ടുള്ള നെഗറ്റീവ് അയോൺസും. അപ്പൊ ഇവിടെ ആൻസർ എ ഡിപ്ലീഷൻ ലെയർ ഇൻ എ സെമി കണ്ടക്ടർ കൺസിസ്റ്റ് ഓഫ് ഇമ്മൊബൈൽ അയോൺസ് എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡയോഡ് വെൻ റിവേഴ്സ് ബയാസ്ഡ് the current flowing through it due to the minority carriers is called. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡയോഡ് റിവേഴ്സ് ബയാസിൽ ആയിരിക്കുമ്പോൾ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് കൊണ്ടുണ്ടാവുന്ന കറണ്ടിന് പറയുന്ന പേരെന്താണെന്നാണ്. നമുക്കറിയാം അങ്ങനെ ഉണ്ടാവുന്ന കറണ്ടിനെ പറയുന്ന പേരാണ് സാച്ചുറേഷൻ കറണ്ട്. സാച്ചുറേഷൻ കറണ്ട് ഇവിടെ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി സാച്ചുറേഷൻ കറണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ. അതുപോലെ തന്നെ സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നതിന് വേറൊരു പേര് പറയാറുണ്ട്, ലീക്കേജ് കറണ്ട്. ലീക്കേജ് കറണ്ട് എന്നും സാച്ചുറേഷൻ കറണ്ടിനെ അറിയപ്പെടുന്നുണ്ട്. ഡയോഡ് റിവേഴ്സ് ബയാസിലായിരിക്കുമ്പോൾ നമ്മുടെ വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ കൂടുതലായിരിക്കും. വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ റിവേഴ്സ് ബയാസിൽ കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ജംഗ്ഷന്റെ അടുത്ത് കറണ്ട് കാരിയേഴ്സ് അക്യുമുലേറ്റ് ചെയ്യുന്നത് അത് തടയും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഡിപ്ലീഷൻ റീജിയൻ ഇവിടെ ഒരു ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്തിട്ട് കറണ്ട് കാരിയേഴ്സിനെ എന്ത് ചെയ്യില്ല? അതിലൂടെ കടത്തിവിടില്ല. സോ നമുക്ക് കറണ്ട് കാരിയേഴ്സ് ഇമ്മൊബൈൽ അയോൺസ് മാത്രമേ നമ്മുടെ ഡിപ്ലീഷൻ റീജിയനിൽ ഉണ്ടാവുള്ളൂ. പക്ഷേ റിവേഴ്സ് ബയാസിൽ നമുക്കറിയാം കറണ്ട് ഫ്ലോസ് ത്രൂ ദ ഡിപ്ലീഷൻ, മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് കൊണ്ടുണ്ടാവുന്ന കറണ്ട് ഡിപ്ലീഷൻ റീജിയനിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ആ കറണ്ടിനെ പറയുന്ന പേരാണ് ലീക്കേജ് കറണ്ട് അല്ലെങ്കിൽ സാച്ചുറേഷൻ കറണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് സാച്ചുറേഷൻ കറണ്ട്. ഇവിടെ പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഇലക്ട്രോൺസ് ആയിരിക്കും മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ്. അതുപോലെ തന്നെ എൻ ടൈപ്പിൽ ഹോൾസ് ആയിരിക്കും മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ്. ലീക്കേജ് കറണ്ട് എന്ന് പറയുന്നത് ഈ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് കൊണ്ടുണ്ടാവുന്ന കറണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ കറണ്ട് എന്ന് പറയുന്നത് വെരി സ്മോൾ ആയിരിക്കും. ഇത് കൺസിഡേർഡ് ആസ് നെഗ്ലിജിബിൾ ആണ്. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇംപ്യൂരിറ്റി യൂസ്ഡ് ഫോർ മേക്കിംഗ് പി ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ. നമുക്കറിയാം രണ്ട് ടൈപ്പ്
എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഇംപ്യൂരിറ്റി ഒന്നും ആഡ് ചെയ്യാത്ത സെമി കണ്ടക്ടേഴ്സിനെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്നും അതുപോലെ തന്നെ ഇംപ്യൂരിറ്റീസ് ഡോപ്പിംഗ് നടത്തി ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നതിനെ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്നുമാണ് അറിയപ്പെടുന്നത്. ആ എക്സ്ട്രിൻസിക്കിനെ തന്നെ നമ്മൾ എന്തായി തിരിക്കുന്നുണ്ട്, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് പി ടൈപ്പും ഒന്ന് എൻ ടൈപ്പും. പി ടൈപ്പ് ദെൻ എൻ ടൈപ്പ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ പി ടൈപ്പ് മെറ്റീരിയലിൽ ഏത് ഇംപ്യൂരിറ്റിയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഗാലിയോ ആണ്. നമുക്കറിയാം പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ മെജോറിറ്റി ക്യാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഹോൾസിന്റെ ചാർജ് എന്താണ്, പോസിറ്റീവ് ആണ്. അതുകൊണ്ടാണ് അത് പി ടൈപ്പ് എന്ന് അറിയപ്പെടുന്നത്. മെജോറിറ്റി ചാർജ് ക്യാരിയേഴ്സ് ഹോൾസ് ആവുമ്പോൾ അവിടെ ഹോൾസ് ആയിരിക്കും കൂടുതൽ. ഹോൾസ് കൂടുതലാവുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഹോൾസ് കൂടുതലാവാന്ന് പറഞ്ഞാൽ അതിന്റെ വാലൻസ് ഷെല്ലില് ഇലക്ട്രോൺസ് കുറവാണ്. വാലൻസ് ഷെല്ല് 4 ആവണം നമുക്ക് ഷെയറിംഗ് നടക്കണം എന്നുണ്ടെങ്കിൽ. അപ്പൊ ഇവിടെ വാലൻസ് ഷെല്ലിൽ 3 മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണ്, ആ ഇംപ്യൂരിറ്റിയെ പറയുന്ന പേരാണ് ട്രൈവാലന്റ് ഇംപ്യൂരിറ്റി. അവിടെ ഒരു വേക്കൻസി ആണ് ഉള്ളത്. അപ്പോ അങ്ങനെ വേക്കൻസി ഉള്ളത് 13th ഗ്രൂപ്പിലെ എലമെന്റ്സ് ആയിരിക്കും. 13th ഗ്രൂപ്പിലെ എലമെന്റ്സ് ആണ് ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, ടാലിയം. ഇത്രയാണ് 13th ഗ്രൂപ്പിലെ എലമെന്റ്സ്. അപ്പൊ ഡോപ്പിംഗ് നടത്തുമ്പോൾ നമ്മൾ ഈ എലമെന്റ്സിനെ ആയിരിക്കും യൂസ് ചെയ്യുക. ഇവിടെ ഓപ്ഷനിൽ ആഴ്സനിക്, ഗാലിയം, ആന്റിമണി, ഫോസ്ഫറസ് ഇത്രയാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ ഓപ്ഷൻസിൽ ഗാലിയം ആണ് കറക്റ്റ് ആൻസർ. അതേപോലെ തന്നെ നമുക്ക് എൻ ടൈപ്പിന്റെ കേസും കൂടെ ഒന്ന് പറയാം. എൻ ടൈപ്പിൽ മെജോറിറ്റി ക്യാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ടാവും, 4 നമ്പറിനേക്കാൾ കൂടുതൽ. അപ്പോ 5 ആയിരിക്കും ഇവിടുത്തെ വാലൻസി. അതുകൊണ്ട് തന്നെ അതിനെ എന്തറിയപ്പെടുന്നു, പെന്റാവാലന്റ് എന്നറിയപ്പെടുന്നു. പെന്റാവാലന്റ് ഇംപ്യൂരിറ്റി എന്നറിയപ്പെടുന്നു. ഈ പെന്റാവാലന്റ് ഇംപ്യൂരിറ്റി ഉള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് 15th ഗ്രൂപ്പ് എലമെന്റ്സ് ആയിരിക്കും. 15th ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് പറയുന്നത് നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി, ബിസ്മത്ത്. ഇത്രയാണ് നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി, ബിസ്മത്ത്. ഇത്രയും എലമെന്റ്സ് ആണ് 15th ഗ്രൂപ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും എൻ ടൈപ്പിൽ ഡോപ്പിംഗ് നടത്തുന്നത് ഇത്രയും എലമെന്റ്സ് വെച്ചിട്ടായിരിക്കും. ഇവിടെ നമ്മൾ നൈട്രജൻ എന്ന് പറയുന്നത് അധികം കേട്ടിട്ടില്ല. നൈട്രജൻ എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഡോപ്പിംഗിൽ യൂസ് ചെയ്യുന്നില്ല. കാരണം സിലിക്കൺ ആറ്റത്തിന്റെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിലേക്ക് നൈട്രജൻ അതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് എഫക്റ്റീവായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറില്ല. അതുകൊണ്ടാണ് നൈട്രജൻ അധികം യൂസ് ചെയ്യാത്തത്. നമ്മൾ എപ്പോഴും പറയുമ്പോൾ 15th ഗ്രൂപ്പ് എലമെന്റ്സിന്റെ ഡോപ്പിംഗ് പറയുമ്പോൾ നൈട്രജൻ പറയാറില്ല. ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി, ബിസ്മത്ത് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. കാരണം നൈട്രജൻ അധികം കോൺട്രിബ്യൂഷൻസ് സിലിക്കണിന്റെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിലേക്ക് നടത്താത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The space charge region in a junction diode contain charges that are, ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്പേസ് ചാർജ് റീജിയൻ. സ്പേസ് ചാർജ് റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പേസ് ചാർജ് റീജിയൻ എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്ലീഷൻ റീജിയനെ തന്നെയാണ് സ്പേസ് ചാർജ് റീജിയൻ എന്ന് പറയുന്നത്. നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ഇവിടെ. സ്പേസ് ചാർജ് റീജിയൻ ഇൻ എ ജംഗ്ഷൻ ഡയോഡ് കണ്ടെയ്ൻ ചാർജസ് ദാറ്റ് ആർ. നമുക്ക് ഒന്നാമത് പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താണെന്ന് ഒന്നുകൂടെ നോക്കാം. എ ഡിപ്ലീഷൻ ലെയർ ഇൻ എ സെമി കണ്ടക്ടർ കൺസിസ്റ്റ് ഓഫ് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ ഇമ്മൊബൈൽ അയോൺസ് ആയിരുന്നു. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്കിവിടെ the space charge region in a junction diode contain charges that are. ആ ക്വസ്റ്റ്യന്റെ സ്റ്റൈൽ ഒന്ന് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്കറിയാം ആൻസർ എന്താണ്, ഫിക്സഡ് ഡോണർ ആൻഡ് അക്സെപ്റ്റർ അയോൺ ആണ്. അതായത് നമുക്കറിയാം പോസിറ്റീവ് ചാർജ് ഉള്ള മൂവബിൾ അല്ലാത്ത ഇമ്മൊബൈൽ അയോൺസ് ആണ് സ്പേസ് ചാർജ് റീജിയനിൽ ഉള്ളത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ. ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോയിലെ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.